പ്രിയമുള്ള സഹാക്കളെ, സുഹൃത്തുക്കളെ, ആസന്നമായിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുവാനാണ് ഈ ഒരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ ഒരു നവകേരളമായി, ഒരു പുതിയ കേരളമായി കെട്ടിപ്പടുക്കുന്നതിന് വൈവിധ്യങ്ങളായ ഭാവനാപൂർണമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് സഖാവ് പിണറായി വിജയൻ നയിച്ചിരുന്ന LDF ഗവൺമെന്റ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുവശത്താകട്ടെ, നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടന ഏറ്റവും ഉന്നതമായ മൂല്യങ്ങളെന്ന് കരുതിയിരുന്ന എല്ലാത്തിനെയും അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം 28 മുതൽ ലോകം യുദ്ധത്തിന്റെ നിഴലിലാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന്റെ എണ്ണ കണ്ണുവെച്ചുകൊണ്ട് ഇറാനെ തകർക്കുക എന്ന പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇസ്രായേൽ എന്ന രാഷ്ട്രവുമായി ലോകത്തിലെ ഏറ്റവും നല്ല ബന്ധമുള്ള ഒരു രാജ്യം നമ്മുടെ ഇന്ത്യ അല്ലാതെ മറ്റൊന്നില്ല. അങ്ങനെ പറഞ്ഞാൽ സമ്പൂർണമായി അത് ശരിയുമല്ല. ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിലേക്ക് ആദ്യമായി ഒരു പ്രധാനമന്ത്രി പോയത് ശ്രീമാൻ നരേന്ദ്രമോദിയാണ്. രാഷ്ട്രീയത്തിന്റെ വ്യവഹാര ഭാഷയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തെമ്മാടി രാഷ്ട്രമെന്നാണ്. യുദ്ധം 28-ാം തീയതി തുടങ്ങി. ഫെബ്രുവരി മാസം 26 വരെ, അതിനു മുമ്പ് 2-3 ദിവസം ശ്രീമാൻ നരേന്ദ്രമോദി അവിടെയായിരുന്നു. ഇസ്രായേലിൽ നിന്ന് ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. മറുവശത്തോ ഇസ്രായേലിനോട് അടിക്ക്, തകർക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. ട്രംപിന്റെ സ്വഭാവ വൈവിധ്യങ്ങളെ സംബന്ധിച്ച് ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ശരിയല്ല. മനോനില പോലും തെറ്റിയ ഒരാളിനെ പോലെയാണ് ശ്രീമാൻ ട്രംപ് ഇന്നിപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ട്രംപും ഇസ്രായേലും ഇന്ത്യയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഒരു അച്ചുതണ്ട് എത്രയോ കാലമായി ലോക രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായി നിൽക്കുകയാണ്. ആ ട്രംപാണ് ഇന്ത്യയുടെ ഭാവി ഇന്നിപ്പോൾ നിർണ്ണയിക്കുന്നത്. ഫെബ്രുവരി മാസം 28-ാം തീയതി യുദ്ധം തുടങ്ങി. ഇറാന്റെ നേർക്ക് ആക്രമണം തൊടുത്തുവിട്ടു. ഇന്ത്യക്കകത്ത് വിശാഖപട്ടണത്തിൽ നടന്നിരുന്ന ആയുധാഭ്യാസങ്ങളിൽ ഇറാന്റെ ഒരു സൈനിക കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിനെ ഇസ്രായേലുകാരൻ വെടിവെച്ച് തകർത്തു. എവിടെ വെച്ചാ വെടിവെച്ച് തകർത്തെ? ആരും അത് ശ്രദ്ധിച്ചില്ല. കന്യാകുമാരിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ. അപ്പൊ കന്യാകുമാരിയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെ വെച്ച് ഇറാന്റെ കപ്പൽ ഇസ്രായേലിനെ തകർക്കണമെങ്കിൽ ഇന്ത്യയിലെ സമുദ്രങ്ങളുടെ ആധിപത്യം ഇപ്പൊ ആരുടെ കൈകളിലാണ്? ഇന്ത്യ ഗവൺമെന്റിന് അതിലൊരു ആധിപത്യമുണ്ടോ? അതോ അത് മുഴുവൻ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്തോ? ചിന്തിക്കേണ്ട വിഷയമല്ലേ. മറ്റൊന്ന്, ഇതിനു മുമ്പാണ് ശ്രീമാൻ ട്രംപ് പ്രഖ്യാപിച്ചത്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിൽ, കച്ചവടത്തിൽ ഇന്ത്യക്ക് 18% ചുങ്കവും അമേരിക്കയ്ക്ക് വട്ടപൂജ്യവും. ആരാ തീരുമാനിക്കുന്നത്? ഇരു രാഷ്ട്രങ്ങൾ തമ്മിൽ എന്തെങ്കിലും കരാറുകൾ ഉണ്ടാകണമെങ്കിൽ അതിന് ഉഭയകക്ഷി ചർച്ച നടക്കേണ്ടതാണ്. 2 രാഷ്ട്രങ്ങളുടെയും നേതാക്കന്മാർ ഇരുന്ന് ചർച്ച ചെയ്യണം. അത് ചർച്ച ചെയ്യാതെ ശ്രീമാൻ ട്രംപിനെ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ നിയോഗിച്ചതാരെ എന്ന് അന്ന് തന്നെ ആ ദിവസങ്ങളിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം ഉച്ചസ്ഥരം ചോദിച്ചതാണ്. പക്ഷെ ഒരു ഉത്തരവുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഈസ് എ സോവറിൻ സ്റ്റേറ്റ് എന്നല്ലേ. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമാണ്. ഏറെ സമയമെടുത്ത് ഇതിലൊരു പ്രസംഗം ഞാൻ നടത്തുന്നില്ല. അപ്പൊ ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമെന്നത് അട്ടിമറിച്ച് അത് മുഴുവൻ സമ്പൂർണമായി അമേരിക്കയുടെ കാലിൽ പണിക്കും വെച്ചിരിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ പറയുന്നത് എന്താ, ജനാധിപത്യത്തിന്റെ മാതാവാണ് ഇന്ത്യ. ലോകം ഒട്ടുക്കോടി കിടന്ന് പ്രസംഗിക്കുകയാണ്. എന്തെങ്കിലും ജനാധിപത്യം ഉണ്ടോ? നരേന്ദ്രമോദി NDA ഗവൺമെന്റും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നാണ്. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷമില്ലാത്ത ഭാരതം എന്ന് പറഞ്ഞാൽ ഏകാധിപത്യ ഭാരതം അല്ലേ. ഈയിടെയില്ലേ കെജ്രിവാളിനെതിരെ ഉണ്ടായിരുന്ന കേസെല്ലാം കേസില്ല എന്ന് പറഞ്ഞ് കോടതി വിധി പ്രഖ്യാപിച്ചത്. ഡൽഹിയിലെ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയിലെ ഭരണം AAPയിൽ നിന്ന് BJPക്കാരൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം ആഗ്രഹിച്ചതാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്ത് വീണ്ടും AAPയാണ് അധികാരത്തിലേറ്റിയത്. അപ്പൊ എങ്ങനെ പിടിക്കാം? ഡൽഹി പിടിക്കണ്ടേ? തലസ്ഥാനം പിടിക്കണ്ടേ? അതിന് ശ്രീമാൻ നരേന്ദ്രമോദി ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരായുധം ED ആണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവരുപയോഗിച്ച് കള്ളക്കേസെടുക്കുകയല്ലേ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേരിൽ കേസെടുത്ത് ജയിലിൽ അടച്ചില്ലേ? അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിൽ അടച്ചില്ലേ? 1 വർഷത്തോളം കാലം ജയിലിൽ ഇരുന്ന് കെജ്രിവാൾ ഭരണം തുടർന്നില്ലേ? പിന്നെയാണ് AAPയുടെ മറ്റൊരു നേതാവ് അതിഥിക്ക് അവിടെ എന്തെടുക്കുന്നത്, അധികാരം കൊടുക്കുന്നത്. അപ്പൊ 2 വർഷമാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി ശ്രീമാൻ കെജ്രിവാളിനെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ജയിലിൽ അടച്ച് ഡൽഹി പിടിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ജനാധിപത്യം ഉണ്ടോ ഇവിടെ? പ്രതിപക്ഷ നിരയിലെ നേതാക്കന്മാരുടെ പട്ടിക നോക്കിയാൽ ജയിലിൽ കയറാത്ത EDയുടെ ചോദ്യം ചെയ്യലിന് വിധേയമാകാത്ത എത്ര നേതാക്കന്മാരുണ്ട് ഇവിടെ? എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, ശിവകുമാർ, ചിദംബരം, കാർത്തിക് ചിദംബരം, കവിത, ഇങ്ങനെ എല്ലാ നേതാക്കന്മാരെയും നരേന്ദ്രമോദിയുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത പ്രതിപക്ഷ നിരയിലെ മുഴുവൻ നേതാക്കന്മാരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ്. അപ്പൊ ഈ രാജ്യത്തിൽ എന്തെങ്കിലും ജനാധിപത്യം ഉണ്ടോ? ജനാധിപത്യം ഇല്ലല്ലോ. അപ്പൊ അത് സംരക്ഷിക്കണ്ടേ? വേറൊന്ന്, സമത്വമാണ് നമ്മൾ പറയുന്ന ഭരണഘടനയിൽ. പക്ഷേ വേൾഡ് ഇൻ ഇക്വാളിറ്റി റിപ്പോർട്ട് അസമത്വത്തെ സംബന്ധിക്കുന്ന 2025 റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും അധികം അസമത്വമുള്ള ഒരു രാഷ്ട്രം ഇന്ത്യയാണ്. നമ്മുടെ റിപ്പോർട്ടല്ല, നീതി ആയോഗിന്റെ റിപ്പോർട്ടുമല്ല, വേൾഡ് ഇൻ ഇക്വാളിറ്റി റിപ്പോർട്ട്. അവരാണ് പറഞ്ഞത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അസമത്വം. സമ്പത്തിന്റെ 40% അതിസമ്പന്നരായ 1% കൈകളിൽ അമർന്നിരിക്കുന്നു. സമ്പത്തിന്റെ 40%. ഏറ്റവും താഴെത്തട്ടിലുള്ള 50% കയ്യിൽ വെറും 2% സമ്പത്ത് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഈക്വാളിറ്റി, സമത്വം, തുല്യത അതിവിടെ ഉണ്ടോ? നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അതിനെ സമ്പൂർണമായി തകർത്തു വച്ചിരിക്കുകയല്ലേ. എന്നിട്ടും ഇന്ത്യ ഗവൺമെന്റും ധനകാര്യ വകുപ്പും പറയുന്നത് ആഗോള സൂചികയിൽ ഇൻഡെക്സിൽ, വളർച്ചയുടെ ഇൻഡെക്സിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പൊ 4ാമതാണെങ്കിൽ ജപ്പാനെ പിന്തള്ളിക്കൊണ്ട് അധികം വൈകാതെ 3ാമതെത്തും. എങ്ങനെയാണ് അതിന്റെ കണക്ക് കൂട്ടുന്നത് എന്ന് ഇത്തരം പ്രഭാഷണത്തിൽ സവിസ്തരമായി പറയാൻ പറ്റില്ല. പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം, അതെങ്ങനെ അളക്കുന്നേ? രാഷ്ട്രത്തിന്റെ ആകെ വരുമാനത്തിന്റെ ജനസംഖ്യ കൊണ്ട് ഹരിക്കണം. ആകെ വരുമാനം എപ്പോഴെങ്കിലും കുറയുമോ? 2014 ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ശ്രീമാൻ നരേന്ദ്രമോദി അധികാരമേൽക്കാൻ വേണ്ടി ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വിമാനത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഉറ്റ മിത്രമാണ് ഗൗതം അദാനി. അന്ന് ഗൗതം അദാനിയുടെ ഈ പട്ടികയിൽ എത്രാമത്തെ സ്ഥാനം? അന്ന് ഗൗതം അദാനി
ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ പട്ടികയിൽ 20ാമതാണ്. ഇന്ത്യക്കകത്ത് 20ാമത്. ഇന്ന് എവിടെ എത്തി? ഇന്ന് ലോകത്തിലെ നമ്പർ 1 അദാനി, അംബാനി നമ്പർ 2. ഇങ്ങനെ പോകില്ലേ? അപ്പൊ രാഷ്ട്രത്തിന്റെ ആകെ വരുമാനം കൂട്ടുമ്പോൾ ഇതെല്ലാം കൂട്ടും. അങ്ങനെ കൂട്ടിക്കിട്ടുന്ന ആകെ വരുമാനത്തെയാണ് ജനസംഖ്യ കൊണ്ട് ഹരിക്കുന്നത്. അപ്പൊ തീർച്ചയായും അങ്ങനെ ഹരിച്ചു കിട്ടുന്ന പ്രതിശീർഷ വരുമാനം കൂടുകയോ കുറയോ ആർക്കും മനസ്സിലാവില്ലേ? കൂടുകയല്ലേ ഉള്ളൂ. അത് വച്ചിട്ടാണ് ഇന്ത്യക്ക് വേണ്ടി ധനകാര്യ വകുപ്പ് പറയുന്നത് ഞങ്ങളിതാ 3ാമതെത്താൻ പോകുന്നു എന്ന്. പക്ഷെ IMFന്റെ ഉന്നതാധികാര സമിതിയും ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞു ഈ കണക്കെടുപ്പിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അപ്പോ രാഷ്ട്രത്തിന്റെ പരമാധികാരം പോയി. ജനാധിപത്യമില്ല, എന്താ സമത്വം ഇല്ല, ഏറ്റവും അവസാനവും മതനിരപേക്ഷത ഉണ്ടോ? ഇന്ത്യ ഈസ് എ സെക്കുലർ സ്റ്റേറ്റ് എന്നല്ലേ? ആ സെക്കുലറിസത്തെ എടുത്തു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ലേ സംഘികൾ സുപ്രീം കോടതിയിലടക്കം പോയത്? ഭരണഘടനയിൽ 1976 ഉൾപ്പെടുത്തിയ സെക്കുലറിസം എന്നത് എടുത്തു മാറ്റണം. സുപ്രീം കോടതി ആ പേപ്പറിനെ ചുരുട്ടി കളഞ്ഞില്ലേ? കണ്ടില്ലേ? ഈയിടെയാണ് അയോധ്യയിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്ന ഒരു ചടങ്ങ്, അയോധ്യ ക്ഷേത്രത്തിലെ എന്തോ രൂപ സംവിധാനത്തിന്റെ ഉദ്ഘാടനം. ആരാ കൂടെ പങ്കെടുത്തേ? അവിടെ കൂടെ പങ്കെടുത്തത് നമ്മുടെ അമ്മയെന്ന് പറഞ്ഞാൽ മാതാ അമൃതാനന്ദമയി. ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ ചടങ്ങിൽ നമ്മുടെ രാഷ്ട്രപതി പങ്കെടുത്തു. അമ്മ അതിൽ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ എന്താ? ഒന്ന്, പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം. ആ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് ഈ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റാണ്. അവരതിനെ തടഞ്ഞു, വിളിച്ചില്ല. പകരം നരേന്ദ്രമോദിയും 9 സ്വാമിമാരും അതിന്റെ ഉദ്ഘാടനം നടത്തി. മറ്റൊന്ന്, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം. ശങ്കരാചാര്യരുടെ തലമുറയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആ മഹാൻ പറഞ്ഞില്ലേ, ഈ പ്രാണപ്രതിഷ്ഠ, രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തേണ്ടുന്നത് പ്രധാനമന്ത്രിയല്ല, തന്ത്രിമാരാണ്. കേട്ടോ? നരേന്ദ്രമോദി കേട്ടില്ല എന്ന് മാത്രമല്ല, ആ പ്രാണപ്രതിഷ്ഠ നടത്തിയത് നരേന്ദ്രമോദി. അതാണ് വിരോധാഭാസം. പാർലമെന്റിന്റെ ഉദ്ഘാടനം സ്വാമിമാര് നിർവഹിക്കുന്നു, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ശ്രീമാൻ നരേന്ദ്രമോദി നിർവഹിക്കുന്നു. അപ്പോ ഇവിടെ എന്തുമില്ല? മതനിരപേക്ഷതയില്ല. ഇങ്ങനെ ഓരോന്നോരോന്നായി പറയാം. ഞാൻ നേരെ സമയം എടുക്കുന്നില്ല എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പൊ ഇതിനെ ചോദ്യം ചെയ്യുന്നതാര്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതാര്? തൊഴിലാളി വർഗത്തിന്റെ സംഘടിക്കുവാനും പണിമുടക്കുവാനുള്ള അവകാശങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ട് 4 ലേബർ കോഡുകൾ കൊണ്ടുവന്നപ്പോ അതിവിടെ നടപ്പാക്കില്ല എന്ന് പറഞ്ഞത് കേരളം മാത്രമല്ലേ? അപ്പോ കേന്ദ്ര ഗവൺമെന്റ് അനുവർത്തിച്ചു വരുന്ന ഇത്തരം നയങ്ങൾക്ക് ബദൽ സമീപനം സ്വീകരിക്കുന്നത് കേരളമെന്ന് പറയുന്ന ഒരു സംസ്ഥാനം മാത്രമാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താ? LDFന്റെ ഭരണത്തെ തകർക്കണം, LDFനെ തകർക്കണം. മറുവശത്ത് UDF, കോൺഗ്രസ് പാർട്ടി നയിക്കുന്ന UDF, അതിന്റെ താല്പര്യം എന്താ? ഇനി ഒരു 5 വർഷം കൂടെ ഭരണമില്ലാതെ ജീവിക്കേണ്ടി വന്നാൽ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് വട്ടപൂജയാവുകയും ആ കോൺഗ്രസ് പാർട്ടിയിലെ പ്രമുഖന്മാരായ നേതാക്കന്മാരെല്ലാം BJPയിലേക്ക് ചേക്കേറുകയും ചെയ്യും എന്ന് നന്നായി കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം. അതുകൊണ്ട് പ്രചണ്ഡമായ പ്രചാരണം LDFനെതിരായി, LDF നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്കെതിരായി ഇങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ അതാണ് രാഷ്ട്രീയം. എന്താ രാഷ്ട്രീയം? നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടപ്പാക്കുന്ന തെറ്റായ നയങ്ങൾക്ക് ബദൽ സമീപനം സ്വീകരിക്കുന്നത് കേരളത്തിലെ LDF ഗവൺമെന്റാണ്. അതുകൊണ്ട് അതിനെ കിടത്തണം. കേരളത്തിലെ LDF അതിന്റെ നേതാക്കന്മാരും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രതിപാദിക്കുന്നത് വികസനമാണ്. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയുകയാണ്. ആ വികസന പ്രവർത്തനങ്ങൾ LDF എണ്ണി പറയുമ്പോൾ ഇവിടത്തെ UDFനോ BJPക്കോ അതിലൊരു പങ്കുമില്ല. അതുകൊണ്ട് അവര് വേറെ ചിലത് പറയുകയാണ്.
വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പറയുന്നത് ഡീൽ. ആരൊക്കെ തമ്മിൽ ഡീൽ? BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഡീൽ. ഇത് ചെലവാകൂ? അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വി ഡി സതീശന്റെ ഈ പ്രസ്താവനയോട് യോജിക്കുമോ? 1960 തെരഞ്ഞെടുപ്പുകളിലും 1970 തെരഞ്ഞെടുപ്പുകളിലും EMSനെതിരായി AK ഗോപാലിന് AKജിക്കെതിരായി കോൺഗ്രസ് അന്നത്തെ ജനസംഘവും കോൺഗ്രസും കൂടെ ചേർന്ന് ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെടുത്താൻ നോക്കിയില്ലേ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ EMS അല്ലാതെ മറ്റാരെങ്കിലും RSSന്റെ വോട്ട് കൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കണ്ട, RSSന്റെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയാൻ ഇന്നുവരെയായി തയ്യാറായിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞത് LDF വികസന രാഷ്ട്രീയം പറയുമ്പോൾ അവർ മറ്റു പലതും പറയുകയാണ്. പക്ഷെ ആ വികസനം പറയാതെ LDFന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ആധുനിക കേരളം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിച്ചത് LDF അല്ലേ? കേരളം എങ്ങനെ ഉണ്ടായെന്ന് 1956 നവംബർ മാസം 1 മുൻപ് കേരളം ഇല്ലല്ലോ. നാട്ടുരാജ്യങ്ങൾ തിരുവിതാംകൂറും കൊച്ചിയും മദ്രാസും ഇങ്ങനെ നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു ഇന്ത്യ. ഇന്ത്യയിൽ വളർന്നു വന്ന സമരങ്ങളെ തുടർന്ന്, കേരളത്തിൽ വളർന്നു വന്ന സമരങ്ങളെ തുടർന്ന് 1939 പിണറായിയിൽ പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം ചേരുകയാണ്. ആ 39 ശേഷം കേരളത്തിന്റെ ചരിത്രം നോക്കിയാൽ സമരങ്ങളുടെ ഒരു വിളനിലമായിരുന്നു. ഞങ്ങളൊക്കെ വിളിക്കുന്ന കയ്യൂരും കരിവള്ളൂരും പുന്നപ്പറയും വേലാറും ശൂരനാടും എത്രയെത്ര സ്ഥലനാമങ്ങൾ. ആ സമരങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിച്ചിരുന്ന ഒരു മുദ്രാവാക്യം ഐക്യ കേരളം സിന്ദാബാദ് എന്നാണ്. EMSന്റെ സുപ്രസിദ്ധമായ 2 ഗ്രന്ഥങ്ങൾ, കേരളം മലയാളികളുടെ മാതൃഭൂമി, 1.25 കോടി മലയാളികൾ, വീണ്ടും 3 പുസ്തകങ്ങളിലൂടെ ഉണ്ട്, ഞാൻ പറയുന്നില്ല. അതിലൂടെ EMS ആവശ്യപ്പെട്ടില്ല ഐക്യ കേരളം ഉണ്ടാക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കേരളം രൂപീകരിക്കുന്നതിനടക്കം മുൻപിൽ നിന്ന് പ്രവർത്തിച്ചതും ഐക്യ കേരളത്തിനു വേണ്ടി വലിയ പ്രചരണവും സമരങ്ങളും സംഘടിപ്പിച്ചതും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇന്ന് നവകേരളം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. 1956 മുതൽ 2026 വരെയുള്ള ചരിത്രം നോക്കൂ. 70 വർഷമായില്ലേ കേരളം രൂപം കൊണ്ടിട്ട്? ഈ 70 വർഷത്തിനിടയിൽ LDF എത്ര കാല ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി? 30 വർഷം. ഇപ്പൊ കൂട്ടി ഞാൻ പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ബാക്കി 40 വർഷം ഭരിച്ചത് കേരളം ഭരിച്ചത് UDF കോൺഗ്രസ് അല്ലേ? എന്തെങ്കിലും പുരോഗതിയുടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു? 2016 അധികാരത്തിൽ വരുമ്പോ തന്നെ LDFന്റെ ഗവൺമെന്റ് 4 മിഷനുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ലൈഫ്, വീടില്ലാത്തവർക്കെല്ലാം വീട്, കിടപ്പാടമില്ലാത്തവർക്ക് കിടപ്പാടം. 1957 ഭൂമിയില്ലാത്തവർക്ക്, കിടപ്പാടമില്ലാത്തവർക്ക്, 1 സെന്റ് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്ത കുടിയടപ്പുകാരന്റെ കയ്യിലിരിക്കുന്ന ഭൂമി പതിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് കൊണ്ടുവന്നത് EMSന്റെ ഗവൺമെന്റാണ്. അതിന്റെ തുടർച്ചയെന്ന നിലയ്ക്കാണ് 2016 LDF ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ ഭവനരഹിതർക്കെല്ലാം, വീടില്ലാത്തവർക്കെല്ലാം വീട്. ഇപ്പൊ എത്ര വീടായി? 6,80,000 വരുന്ന വീടുകളുടെ എഗ്രിമെന്റ് പണി വെച്ചു. 6,80,000 വീടിന്റെ എഗ്രിമെന്റായി, തീരുമാനമായി. അതിൽ 5,06,000 വരുന്ന വീടുകളുടെ പണി പൂർത്തിയായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂജപ്പുര മൈതാനിയിൽ 5 ലക്ഷം വീടിന്റെ പണി പൂർത്തീകരിച്ചതായി പ്രഖ്യാപിച്ചത്. UDFന് ഇത് സങ്കല്പിക്കാനാവൂ? നരേന്ദ്രമോദി ഭവന നിർമ്മാണ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയല്ലേ ഇവിടെ? എന്താ പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന എത്രയാ കൊടുക്കുന്നേ? 72,000 രൂപ അല്ലേ? ഇപ്പൊ സിറ്റി കോർപ്പറേഷൻ നിർഭാഗ്യവശാൽ BJP അല്ലേ ഭരിക്കുന്നേ. അവരൊരു പ്രോജക്റ്റ് തയ്യാറാക്കിയല്ലോ, ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി 20 കോടി. എന്തിനാത്? പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന നടപ്പാക്കാൻ. ഇവിടെ ഒരു വീടിന് 4 ലക്ഷം രൂപ വീതം കൊടുക്കുമ്പോ സിറ്റി കോർപ്പറേഷനിൽ അധികാരത്തിൽ വന്ന BJPയുടെ കോർപ്പറേഷൻ പറയുകയാണ്, ഞങ്ങള് 72,000 രൂപ വെച്ച് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന ഇവിടെ നടപ്പാക്കാൻ പോകുന്നു. ആ പ്രോജക്റ്റാണ് DPCയിൽ, ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയിൽ ചെന്നപ്പോ അംഗീകരിക്കാതെ തിരിച്ചുവിട്ടെ. അതൊരു വലിയ നേട്ടമല്ലേ?
പൊതുവിദ്യാലയം എന്തായിരുന്നു അവസ്ഥ? 2016 ഇലക്ഷൻ നടക്കുന്ന അവസരങ്ങളിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തകർന്ന് തരിപ്പണമല്ലായിരുന്നോ? എത്രയെത്ര സ്കൂളുകളാണ് അൺഎക്കോണോമിക് എന്ന പേരിൽ പൂട്ടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് തയ്യാറായത്? അവിടെയാണ് LDF വന്നിട്ട് പറഞ്ഞു പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം. LP സ്കൂളുകൾ, UP സ്കൂളുകൾ എല്ലാം മെച്ചപ്പെട്ടില്ലേ? ഹൈസ്കൂളുകളിൽ 43,000 സ്മാർട്ട് ക്ലാസ് റൂം പണിയാൻ വേണ്ടി തീരുമാനിച്ച സ്ഥാനത്ത് 48,000 സ്മാർട്ട് ക്ലാസ് റൂമായില്ലേ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അഡ്മിഷൻ നേടുന്ന കുട്ടികളുടെ എണ്ണം ലക്ഷക്കണക്കിന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇവിടം കൈവരിച്ച നേട്ടമല്ലേ? ഇതുവരെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യം. 2026-27 ബഡ്ജറ്റിൽ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സഹാവ് KN ബാലഗോപാൽ പറഞ്ഞു, ഡിഗ്രി വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. വേറെ ഒരു പ്രദേശത്തും ഇല്ലല്ലോ. അത് ഞങ്ങൾ ചെയ്തില്ലേ? ആരോഗ്യമേഖല എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം കേരളം കൈവരിച്ചിരിക്കുകയല്ലേ ആരോഗ്യമേഖലയിൽ. 2016 അധികാരത്തിൽ വരുമ്പോൾ അവസ്ഥ എന്താ? പ്രൈമറി ഹെൽത്ത് സെന്റർ പൂട്ടിക്കിടക്കുന്നു, പട്ടി പെറ്റ് കിടക്കുകയാണ്. അവിടെ ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, നഴ്സിംഗ് അസിസ്റ്റന്റുമാരില്ല, മരുന്നില്ല, സിറിഞ്ചില്ല, ഒന്നുമില്ല. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗി സൗഹൃദ കേന്ദ്രമാകണം. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റണം. മാറില്ലേ? ഇന്ന് കേരളത്തിൽ ഏത് ജില്ലയിലാണ് മെഡിക്കൽ കോളേജ് ഇല്ലാത്ത? പണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പോ കേരളത്തിലെ 14 ജില്ലകളിലും എന്തായി? 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചില്ലേ? മെഡിക്കൽ കോളേജുകൾ വളർന്ന് അത് എന്താ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസായി മാറിയില്ലേ? താലൂക്ക് ജില്ലാ ആശുപത്രികൾ ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിച്ചില്ലേ? ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ നേട്ടമല്ലേ? നിപ വന്നു, കോവിഡ് വന്നു, ശവം കുത്തിയെടുത്ത് നിപയാണോ കോവിഡാണോ എന്ന് പരിശോധിക്കണമെങ്കിൽ മുൻകാലങ്ങളിൽ അതെവിടെ അയക്കണം? പൂനെയിലയക്കണമായിരുന്നു. ആ കുറവ് നികത്താൻ വേണ്ടിയാണ് LDFന്റെ ഗവൺമെന്റ് തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിന് സമീപം തോന്നയ്ക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത്. വലിയ നേട്ടമല്ലേ? ഇപ്പൊ കേരളത്തിൽ ഒരു പുതിയ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സംസ്കാരം? അവയവം മാറ്റിവെക്കൽ. പണ്ട് നമുക്കത് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ? ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ഒരു യന്ത്രം ചീത്തയാവുമ്പോ അതിന്റെ സ്പെയർ പാർട്സ് മാറ്റിവെക്കുന്നത് പോലെ ഇവിടെ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് ഏതെങ്കിലും യുവാവ്, അലൻ പോലുള്ള കുഞ്ഞുങ്ങൾ മരിക്കുക എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. അവരുടെ ഹൃദയം പിടച്ചുകൊണ്ടിരിക്കുന്നു, കരള് തുടിച്ചുകൊണ്ടിരിക്കുന്നു, പാൻക്രിയാസും കിഡ്നിയും പ്രവർത്തിക്കുന്നു. അവിടെയാണ് ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും കൂടെ ഇടപെട്ട് അതിന്റെ കുടുംബാംഗങ്ങളെ കണ്ട് ഈ മരിച്ചുപോയ ആളിന്റെ അവയവങ്ങൾ, ഹൃദയം ഒരാളിന് കൊടുക്കാം, കരള് മറ്റൊരാളിന് കൊടുക്കാം, പാൻക്രിയാസ് വേറൊരാളിന് കൊടുക്കാം, 2 കിഡ്നി ഓരോന്ന് വീതം ഓരോ ആളുകൾക്ക് കൊടുക്കാം, കണ്ണ് മറ്റൊരാൾക്ക് കൊടുക്കാം, തൊലി മറ്റൊരാൾ. ഇതെല്ലാം വരികയല്ലേ? ഇന്നിപ്പോ ഇത് മെഡിക്കൽ കോളേജിലും ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലും മാത്രമല്ല നടക്കുന്നത്. ഇത് കേരളം ഒട്ടുക്ക് നടക്കുകയാണ്. ജയിൽ സർവീസിലുണ്ടായിരുന്ന ഒരു അനീഷ് മരിച്ചു ആക്സിഡന്റിൽ. ആ അനീഷിന്റെ ശരീരത്തിൽ 9 അവയവങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എടുത്ത് മറ്റു പലർക്കുമായി കൊടുത്തത്. ഇന്നിപ്പോ ഒരു മാസത്തിനു മുമ്പ് കോഴിക്കോട് അവയവ മാറ്റത്തിന് വേണ്ടി മാത്രമായി ഒരു ആശുപത്രി അടക്കം തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ കേരളം മുന്നേറിയല്ലേ? ഈ മുന്നേറ്റത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പങ്കാർക്കെങ്കിലും തള്ളിക്കളയാൻ പറ്റൂ? ആരോഗ്യമേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമേരിക്കയുടെ മുന്നിലാണ് കേരളം. IMR, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ആ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിൽ
അമേരിക്കയുടെ മുന്നിൽ കേരളം എത്തിയിരിക്കുക. ഇവിടെ ഇപ്പോ ശിശുമരണ നിരക്ക് 5 അത്രയേ ഉള്ളൂ. 1000-ൽ 5 കുഞ്ഞുങ്ങൾ അത് മരിക്കുന്നില്ല. അമേരിക്കയിൽ അതിനേക്കാളുവാ 5.76%. ആയുസിന്റെ കാര്യം കേരളത്തിലേറെ മുന്നിലല്ലേ. അപ്പൊ ഇതെല്ലാം കൈവരിച്ചത് എങ്ങനെ? ഇതെല്ലാം കൈവരിച്ചത് കേരളത്തിൽ LDFന്റെ ഭരണം കൊണ്ടാണ് എന്ന് ആർക്കാ അറിയാത്തത്? ഈ വികസനത്തെ തള്ളിക്കളയാൻ സൂര്യന്റെ പ്രഭാകിരണങ്ങളെ ഒരു പാഴ്മുറം കൊണ്ട് തടഞ്ഞു നിർത്താനാവൂ? അതിനുവേണ്ടിയുള്ള പരിശ്രമമല്ലേ കേരളത്തിൽ BJP ആയാലും UDF ആയാലും കേരളത്തിന്റെ വികസനത്തെ മറയ്ക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നേ. ഇന്നിപ്പോ 2016 മുതൽ 2026 വരെയുള്ള LDFന്റെ ഭരണം നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ്. പണ്ട് നെപ്പോളിയന പറഞ്ഞ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന്. അസാധ്യമായി ഒന്നുമില്ല. കേരളത്തിൽ LDF ഗവൺമെന്റിന്റെ മുന്നിൽ അസാധ്യമായി ഒന്നുമില്ല. 2016 ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നു. നാഷണൽ ഹൈവേ അതിനൊരു ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനോട് പറഞ്ഞു, നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി നിങ്ങൾ സ്ഥലമെടുക്കൂ. ഉമ്മൻചാണ്ടി പറഞ്ഞു, സാധ്യമേ അല്ല, സ്ഥലമെടുക്കാൻ കഴിയില്ല, ഞങ്ങൾ ഈ ആഫീസ് പൂട്ടുകയാണ്. ആഫീസ് പൂട്ടിയല്ലോ. പിണറായി വന്നു, പൂട്ടി ആഫീസ് തുറന്നു, സ്ഥലമെടുത്തു. നരേന്ദ്രമോദി അത് ഉദ്ദേശിച്ചില്ല. ഈയിടെ സഖാവ് പിണറായി വിജയൻ ഒത്തിരി പത്രപ്രവർത്തകരുമായി ഇന്റർവ്യൂ അനുവദിച്ചിരുന്നു. അതിൽ ഒരു ഇന്റർവ്യൂവിൽ പിണറായി പറയുന്നത് കേട്ടു. 2016 മെയ് മാസം മുഖ്യമന്ത്രിയായി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ പോയി. ബൊക്കെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി സ്വീകരിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞു പോവാൻ നേരത്ത് നരേന്ദ്രമോദി ചോദിച്ചു, അവിടുന്ന് നടക്കുന്നില്ലല്ലേ, എന്തായി ഇങ്ങനെയെന്ന്. ഗെയിൽ ഗ്യാസ് ലൈൻ പദ്ധതി നടക്കുന്നില്ല, NHന്റെ വികസനം നടക്കുന്നില്ല, തുറമുഖത്തിന്റെ പണി നടക്കുന്നില്ല. അപ്പോ പിണറായി വിജയൻ പറഞ്ഞു, എല്ലാം മാറും, ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ എല്ലാം മാറും. ഇപ്പോ തിരുവനന്തപുരം പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള NHന്റെ പണി പൂർത്തിയാവുകയാണ്. അതിന്റെ പണി നടക്കുന്നു, പൂർത്തിയാവുന്നു എന്ന് പറഞ്ഞപ്പോ പുത്തൻ വാദഗതിയുമായി കേന്ദ്ര ഗവൺമെന്റ് വന്നില്ലേ. ആകെ ചെലവാകുന്ന തുകയുടെ 25% സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം. തരേണ്ടുന്ന പൈസ പോലും തരുന്നില്ല. കടമായിക്കേണ്ടുന്ന പരിധിക്കനുസരിച്ച് കടം വാങ്ങാൻ അനുവദിക്കുന്നില്ല. ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ 1 ലക്ഷം കോടി രൂപയാണ് ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കേരളത്തിന് കടം വച്ചിരിക്കുന്നത്. അവരോടാണ് പറയുന്നത്, NHന്റെ വികസനം നടക്കണമെങ്കിൽ എന്ത് വേണം? 25% നിങ്ങൾ മുടക്കണം. നമ്മൾ മാറ്റിവെച്ചോ? ഇല്ലല്ലോ. ഗെയിൽ ഗ്യാസ് ലൈൻ പദ്ധതി, ഞാൻ തിരുവനന്തപുരത്താണ് ഇത് സംസാരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഗെയിൽ ഗ്യാസ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പ്രദേശങ്ങളിലെല്ലാം പിണറായി വിജയൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഗെയിൽ ഗ്യാസ് ലൈൻ പദ്ധതി ഇവിടെ നടപ്പായി തുടങ്ങിയില്ലേ. അസാധ്യമായി ഒന്നുമില്ലെന്ന്. 2018 പൂർത്തിയാവുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന 2, 3, 4 സ്റ്റേജ് തുറമുഖത്തിന്റെ പ്രവർത്തനം ഇതാ തുടങ്ങിക്കഴിഞ്ഞില്ലേ. അപ്പോൾ വമ്പിച്ച മുന്നേറ്റം വികസനത്തിന്റെ കാര്യത്തിൽ LDF ഗവൺമെന്റ് ഇവിടെ കൊണ്ടുവന്നിരുന്നു. അതാണ് UDFകാരനെ പിടിക്കാത്തത്. നിയമനം ലക്ഷക്കണക്കിന് ആളുകളെ, 3 ലക്ഷത്തിലധികം വരുന്ന ചെറുപ്പക്കാരെ PSC വഴി നിയമിച്ചില്ലേ. എല്ലാ നിയമനവും നടക്കുകയില്ലേ ഇവിടെ. ഇതുവരെയുള്ള ആക്ഷേപം എന്താ കേരളത്തെ സംബന്ധിച്ച്? 2016, 2021 ആ 21 ആകുമ്പോഴും കേരളത്തിന്റെ വ്യവസായ ചക്രവാളം ഇച്ചിരി പറയായിരുന്നു. ആരുടെയും കുറവോ മോശത്തരവോ അല്ല ഞാൻ പറയുന്നേ, അങ്ങനെ ആയിരുന്നു. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പശ്ചാത്തലം ഒരുക്കി വന്നതാണ്. പക്ഷെ ഇപ്പോ 2021 കഴിഞ്ഞ് 2026 എത്തുമ്പോഴേക്കും ഇന്ത്യയിൽ വ്യവസായം എളുപ്പത്തിൽ തുടങ്ങാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിൽ നമ്പർ 1 കേരളം. ഈ നമ്പർ 1 എന്നൊക്കെ ഞാൻ പറയുന്നത് വെറും ഞങ്ങളുടെ അഭിപ്രായമല്ല, പാർട്ടിയുടെ അഭിപ്രായമല്ല.
ഇതെല്ലാം ഞങ്ങൾ പറയുന്നത് നരേന്ദ്രമോദിയുടെ ഉദ്യോഗസ്ഥന്മാർ, നീതി ആയോഗിന്റെ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുന്ന ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്. കേരളം മുന്നെയാണ്. അങ്ങനെ കേരളം മുന്നേറിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങൾ പറയുന്നില്ല. ഇതിന്റെ മറുവശം എന്താ? മറുവശം ഈ കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി സാഹ് പിണറായി വിജയൻ കേരളം അതിദാരിദ്ര്യ വിമുക്ത കേരളമായി മാറി. ഇപ്പൊ പറയുന്ന എന്താ? ഈ പ്രഖ്യാപനത്തിൽ ഈ വർഷം ഈ പ്രകടന പത്രികയിൽ ദാരിദ്ര്യമേ ഇല്ലാതാവും. അല്ലെങ്കിൽ തന്നെ പണ്ടത്തെ കൊടും ദാരിദ്ര്യം ഉണ്ടോ ഇപ്പോ? ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പാവപ്പെട്ട ആളുകൾ വീട്ടിൽ ചോറ് വയ്ക്കില്ല. ചക്കയുടെ സീസൺ വരുമ്പോ ചക്ക, മരിച്ചിനിയുടെ സീസൺ വരുമ്പോ മരിച്ചിനി, അതിന്റെ കൂടെ കുറച്ച് കഞ്ഞിവെള്ളമെങ്കിലും കുടിക്കണം. നിലം കൃഷിയില്ല, നെല്ലില്ല, അരിയില്ല, കഞ്ഞിയില്ല. പാവപ്പെട്ടവൻ അയൽവക്കത്തെ നിലം കൃഷിയുള്ള ഉച്ചയ്ക്ക് ചോറ് വയ്ക്കുന്ന വീടുകളിൽ പോയി കഞ്ഞിവെള്ളം കടം വാങ്ങിച്ചു കൊണ്ടുവന്ന് കുടിക്കുന്ന ഒരവസ്ഥയായിരുന്നു പണ്ട് കേരളത്തിന്റെ അവസ്ഥ. ഇന്നങ്ങനെയുണ്ടോ? അറിയില്ലേ? ഓലമേഞ്ഞൊരു വീട് ഇന്ന് കേരളത്തിലുണ്ടോ? ഓല കെട്ടിയ വീട്. കുംഭമീന മാസം, ഏപ്രിൽ മെയ് മാസം പണ്ട് കാലങ്ങളിൽ കേരളത്തിലെ ഗ്രാമതലങ്ങളിലെ ഏറ്റവും വലിയ ഉത്സവം ഓലകെട്ട് മഹോത്സവമായിരുന്നു. ഓലയെല്ലാം വെട്ടി അതിനെ ഉണക്കി അതിനെ കീറിയെടുത്ത് അതിനെ കിണറ്റിന് ചുറ്റും കൊണ്ടുവച്ച് അതിൽ വെള്ളം കുതിർന്ന് വീണ് ഓലമടഞ്ഞ് ഓല കെട്ടുക. ഇന്നങ്ങനെ ഓലമേയലും ഓലകെട്ടലും ഉണ്ടോ? പോയില്ലേ. ഓല കെട്ടിയൊരു വീട് കേരളത്തിലില്ല. അതിശോക്തിപരമായി പറയുകയില്ല. വൈദ്യുതി എത്താത്തൊരു വീടുണ്ടോ കേരളത്തിൽ? തിരുവനന്തപുരം, കള്ളിക്കാട്, വെള്ളട, അമ്പൂരി തുടങ്ങിയ പഞ്ചായത്തുകളിൽ പട്ടികവർഗം താമസിക്കുകയാണ്. അവിടെയുണ്ടോ? ഇടുക്കി ജില്ലയിലുണ്ടോ? വയനാട് ജില്ലയിലുണ്ടോ? ഒരിടവും ഇല്ലല്ലോ. കേരളത്തിലെ എല്ലാ ഭവനങ്ങളും വൈദ്യുതീകരണം പൂർത്തീകരിച്ച ഭവനങ്ങളായി മാറിയില്ലേ? അതുപോട്ടെ, വൈദ്യുതി കട്ടുണ്ട്, കറണ്ട് കട്ട്. 6 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് അരമണിക്കൂർ കറണ്ട് കട്ടാവുന്ന ഒരു പ്രക്രിയ മുൻകാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഈ 10 വർഷത്തിനിടയിലുണ്ടോ? അതാണെന്ന് സർക്കാരിന്റെ ഇച്ഛാശക്തി. നടപ്പാക്കണം. മുന്നേ ഒഴുകിക്കൊണ്ടിരുന്ന ചാലുകളിലൂടെ ഒഴുകാൻ പറ്റില്ല. പുത്തൻ ചാലുകൾ വെട്ടി ഒരുക്കണം. അതല്ലേ നമ്മൾ ചെയ്തേ? എത്ര ലക്ഷം കോടിയുടെ വാഗ്ദാനങ്ങളാണ് വ്യവസായ കോൺക്ലേവിലൂടെ കേരളത്തിന് വേണ്ടി ചെയ്തു വച്ചിരിക്കുന്നത്? അപ്പൊ ഇതെല്ലാം നമ്മൾ ചെയ്തില്ലേ? വ്യവസായ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും ദാരിദ്ര്യത്തിന്റെ കാര്യമായാലും ഇവിടെയെല്ലാം നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം അതിവേഗതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെടുത്തി പറയാം. വർഗീയത. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റുകളിൽ തെരുവുകളിൽ കച്ചവടം നടത്തുന്ന, അവിടെ തന്നെ കിടന്നുറങ്ങുന്ന മുസ്ലിം സഹോദരങ്ങളുടെ കുടിലുകൾ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുകയല്ലേ? സുപ്രീം കോടതി 2 പ്രാവശ്യം ഇടപെട്ടില്ലേ? തൊട്ടുപോകരുത് എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് ഇടിച്ചു നിരത്തുന്നില്ലേ? ജാതിയും മതവും നോക്കി മനുഷ്യനെ രാജ്യദ്രോഹികളായി കുത്തുകയല്ലേ? അവനെ ക്രിസ്ത്യാനിയെ കണ്ടുകൂടാ, മുസൽമാനെ ഇഷ്ടമില്ല, കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടുകൂടാ. ഇതിവിടത്തെ RSSും BJPയും പറഞ്ഞു വെച്ചതല്ലല്ലോ. അവരുടെ വിശിഷ്ട ഗ്രന്ഥമെന്ന് പറയുന്ന വിചാരധാരയിലെ 19, 20, 21 ഈ അധ്യായങ്ങളിൽ അവർ പറഞ്ഞു വച്ചിരിക്കുന്നത് ആഭ്യന്തര ശത്രുക്കളെ സംബന്ധിച്ചാണ്. ഇന്ത്യയിലെ ശത്രുക്കൾ നമ്പർ 1 മുസ്ലിം, നമ്പർ 2 ക്രിസ്ത്യൻസ്, നമ്പർ 3 കമ്മ്യൂണിസ്റ്റുകാർ. നമ്മളെന്തിനാ ശത്രുവായത്? അവൻ ഈ ന്യൂനപക്ഷത്തിന്റെ മേക്ക് ചാടി വീഴുമ്പോ അരുത് കാട്ടാള, അരുത്, തൊട്ടുപോകരുത് എന്ന് കേരളത്തിൽ പറയാൻ കഴിയുന്നൊരു പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ തകർക്കണം. അപ്പോൾ വർഗീയ സംഘടന നമുക്ക് പണ്ടത്തെ അനുഭവമില്ലേ? ബാബറി മസ്ജിദ് തകർക്കുന്നു, രാജ്യമൊട്ടൊക്കെ കലാപം പടരുന്നു, ബേപ്പൂര് കലാപം, ചാലക്കമ്പോളം കത്തിയെരിയുന്നു, നെയ്യാറ്റിങ്കിൽ ആറാലുമൂട് പള്ളിക്ക് തീ വയ്ക്കുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഈ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ?
വർഗീയ സംഘടനമില്ലാത്ത മതസൗഹാർദ്ദം പുലരുന്ന ഒരു പുണ്യഭൂമിയായി നമ്മുടെ കേരളം മാറില്ലേ? അങ്ങനെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇത്തരത്തിലുള്ള നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യം കിട്ടിയത് തുടർച്ചയായ ഭരണമാണ്. ഇപ്പൊ ചിലര് പറയുന്നുണ്ട് ഈ തുടർച്ചയായ ഭരണം അത് വേണ്ട, ഒന്ന് മാറട്ടെ എന്ന്. ആർക്ക് വേണ്ടിയുള്ള വാദഗതിയാ അത്? 2016 LDF വന്നു, 2021 LDF വന്നു, മാറില്ല എന്ന് കരുതിയിരുന്ന കേരളം മാറി. ഒരുപാട് പുരോഗതി നമ്മൾ ആർജിച്ചു. ഇനിയും ഒരിക്കൽ കൂടെ അധികാരത്തിൽ വന്നാൽ മധ്യ ഏഷ്യയിലെ രാഷ്ട്രങ്ങളിൽ ഏറ്റവും പുരോഗതി പ്രാപിച്ച ഒരു ഭൂപ്രദേശമായി നമ്മുടെ കേരളം മാറും. ഐക്യരാഷ്ട്രസഭയിൽ ഒരു ഏജൻസി ലോകത്തിൽ കണ്ടിരിക്കേണ്ടുന്ന 50 കേന്ദ്രങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ആ 50 കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നമ്മുടെ കേരളമുണ്ട്. വയനാട് ഇടുക്കി മാത്രമല്ല, കേരളം ആസ് എ ഹോൾ കേരളം കണ്ടിരിക്കണം. അത്തരത്തിൽ കേരളം എന്ന് പറയുന്ന മലയാളികളുടെ മാതൃഭൂമിയെ ലോക രാഷ്ട്രീയ ഭൂമികയിൽ അത്യുന്നതങ്ങളിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചേ മതിയാവൂ. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ സംസ്ഥാനത്തിലെ നിഷ്പക്ഷമതികളായ വോട്ടർമാർ അവരുടെ വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി അവരെ വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. UDF-കാരൻ ഒരു 5 മുദ്രാവാക്യങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ ഞാൻ ഈ പ്രഭാഷണത്തിൽ അത് പറയുന്നില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ രാത്രി 9:30 സമയം കിട്ടിയാൽ അത് പറയാം. അപ്പൊ അങ്ങനെ കേരളത്തെ രക്ഷിക്കാനും കേരളത്തെ ഒരു നവകേരളമായി മാറ്റിയെടുക്കുന്നതിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നയിക്കുന്ന LDF-നെ കഴിയൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. ഞങ്ങൾക്കൊരാശങ്കയുമില്ല. 2016 തെരഞ്ഞെടുപ്പിൽ 140-ൽ 91 സീറ്റ് നേടിക്കൊണ്ടാണ് LDF അധികാരത്തിൽ വന്നേ. 2021 തെരഞ്ഞെടുപ്പിൽ എല്ലാ വാദഗതികളും കോലാഹലങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തല്ലേ. എന്തെല്ലാം ആക്ഷേപങ്ങളാണ് സഖാവ് പിണറായി വിജയൻ മുതലുള്ള നേതാക്കന്മാർക്കെതിരെ അവർ ഉന്നയിച്ചത്. അത്തരത്തിലുള്ള കള്ളപ്രചാരണങ്ങളെ മൊഴി അതിജീവിച്ചുകൊണ്ടാണ് 2021 140-ൽ 99 സീറ്റ് നേടിക്കൊണ്ട് LDF അധികാരത്തിൽ വന്നേ. ഞാൻ ഈ പറഞ്ഞ വികസനങ്ങൾ ഒരു അറ്റമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ഗവൺമെന്റ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറയണം. എത്രയോ മണിക്കൂർ എടുക്കും. ആ വികസന പട്ടികകളുടെ മുന്നിൽ നിന്നുകൊണ്ടാണ്, അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ LDF ജനങ്ങളെ സമീപിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു സംശയമില്ല, 2026 തെരഞ്ഞെടുപ്പിൽ LDF-ന് 140-ൽ 110 സീറ്റെങ്കിലും നേടിയെടുക്കാനാവും. ആ വലിയ ജനാധിപത്യ പ്രക്രിയയിൽ കേരളത്തിലെ എല്ലാ നല്ല മനസ്സുകളും മതേതരവാദികളും ജനാധിപത്യവാദികളും അതുപോലെ ഇടതുപക്ഷ പ്രവർത്തകരും അണിനിരക്കണം, വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അഭിവാദനങ്ങൾ.